ഐന്യൂസ് ഇവിടെ സ്നെഗ്ഗി യൂസ് ചെയ്യണോണ്ട് ഞാൻ ആ സ്നെഗ്ഗിലുള്ള ജെല്ലൊക്കെ ആദ്യം ഉപ്പിട്ടിട്ട് അരിയിച്ച് മാറ്റി വെക്കും കേട്ടോ. ഇനിയിപ്പോൾ അത് ഉണക്കി എടുക്കണം. അപ്പോൾ അതായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വരുന്നത്. അത് ഇനി മുറ്റത്ത് കൊണ്ടുപോയിട്ട് നല്ല വെയിൽ കാണുമ്പോൾ അത് ഉണക്കി എടുക്കും കേട്ടോ. അപ്പോൾ നല്ല പേപ്പർ പോലെ വരുവേ. അതെല്ലാം കൊണ്ടുപോയി മുറ്റത്ത് ഉണക്കാൻ ഇട്ടിട്ട് ഞാൻ ആ ബേക്ക് വശത്തു നിന്ന് കുറച്ച് ചവറുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂട്ടി കത്തിക്കുകയാണേ. ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങിയിട്ട് അതുകൊണ്ട് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടി കത്തിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. കയ്യും കാലൊക്കെ കഴുകിയിട്ട് എന്നിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളം എടുത്ത് കുടിച്ചിട്ടു. നല്ല ദാഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം ചോറ് ഞാൻ അടുപ്പത്ത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കറിക്കായിട്ട് തക്കാളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ 2-3 മുള്ളൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഐസ് പിടിച്ചുകൊണ്ട് ഉപ്പിട്ടിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ട് കിട്ടുമെന്നൊരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അതുപോലെ ചെയ്യാണ് കേട്ടോ. പക്ഷേ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് സവാളയും തക്കാളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ പെട്ടെന്ന് കഴിയും. തക്കാളിക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പും മുളക് പൊടി ഇടിച്ച മുളകും കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ അതാ അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ ഞാനിതാ മീൻ കട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുള്ളൻ്റെ എല്ലാം മുള്ളൊക്കെ കളഞ്ഞ് അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇത് പൊരിക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിക്കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ആവിയിലിരുന്ന് തന്നെ വെന്തോളും. പിന്നെ അങ്ങനെ അതാ മുള്ളലിലോട്ട് അരപ്പൊക്കെ തേച്ച് അത് കയ്യോടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. കറികളൊന്നും വേണ്ട കേട്ടോ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു സവാളയും ഉണ്ടപ്പുളിയും വിനാഗിരിയും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയൊരു ചമ്മന്തിയാണ്. എനിക്കിത് വെറുതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ചോറിനോട് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ നല്ലോണം ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളിക്കറിയും അതുപോലെ തന്നെ ചോറും മുള്ളൻ പൊരിച്ചതൊക്കെ അങ്ങനെ എല്ലാം വിളമ്പിക്കാനായിട്ട് ഞാനത് ചോറ് തിന്നാൻ വേണ്ടി ഇരിക്കുകയായിട്ട്. നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ നമ്മളെ ചോറിൻ്റെ പാത്രം. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് ഞാൻ നല്ലൊരു അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് എൻ്റെ ബൈ. സീ യു.